ഇന്ത്യയിലെ 10 മനോഹര ഗ്രാമങ്ങൾ. നമ്മുടെ പാലക്കാട്ടുള്ള കൊല്ലങ്കോട്. ഇന്ത്യയിലെ 10 മനോഹര ഗ്രാമങ്ങളുടെ പട്ടികയിൽ നമ്മുടെ പാലക്കാട്ടുള്ള കൊല്ലങ്കോട് ഗ്രാമവും ചേർക്കപ്പെട്ടിരിക്കുന്നു. സുന്ദരമായ ആ ഗ്രാമങ്ങളിൽ 7 എണ്ണത്തോളം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുമൊക്കെ എല്ലാം കൊണ്ട് മുന്നിൽ തന്നെയാണ് നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമം. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും 30 മിനിറ്റ് ഇടവിട്ട് പ്രൈവറ്റ് ബസ് കൊല്ലങ്കോട്ടേക്ക് ലഭിക്കും. 30 രൂപ ടിക്കറ്റിൽ 3/4 മണിക്കൂർ യാത്രയിൽ ഇവിടെ എത്താം. പാലക്കാട് ടൗൺ കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഗ്രാമഭംഗി നമുക്ക് ആസ്വദിക്കാനാവും. നിറയെ തെങ്ങിൻ തോപ്പുകളും പാടങ്ങളുമൊക്കെ. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഒരു ഓട്ടോയിലാണ് ഇവിടം കാണാൻ പുറപ്പെട്ടത്. അല്പം ബാർഗെയിനിങ്ങിന് ശേഷം 500 രൂപയ്ക്ക് യാത്രയ്ക്കുള്ള ചാർജ് ഉറപ്പിച്ചു. ആദ്യം പോയത് ടൗണിൽ നിന്ന് അല്പം അകലെയുള്ള കുടിലിടം എന്ന സ്ഥലത്തേക്കായിരുന്നു. എൻട്രൻസ് ഫീ ആയി 20 രൂപ ടിക്കറ്റൊക്കെ എടുക്കണം. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന സ്ഥലമായതുകൊണ്ട് ചില കാഴ്ചകളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ സെറ്റ് ഇട്ടതുപോലെ ഒക്കെ ഏച്ചു കെട്ടിയ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മുന്നോട്ട് നടന്നാൽ അങ്ങ് ദൂരത്തോളം വയലുകൾ, അകലെ കരിമ്പനക്കൂട്ടങ്ങൾ, നീലാകാശം. അതിൻ്റെ നിഴൽ പാടത്തെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. ഒരു കാഴ്ച തന്നെ. അകലെ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. രാവിലെ ആയതുകൊണ്ട് ശരിക്കും ആസ്വദിച്ചു. ഒരു തിരക്കുമുണ്ടായില്ല. ഏതൊരു സഞ്ചാരിക്കും ഓർമ്മയിൽ നിൽക്കുന്ന ഫ്രെയിമുകൾ തന്നെയാണ് എവിടെ നോക്കിയാലും. നല്ല നീലാകാശം, അതിനു താഴെ പശ്ചിമഘട്ടനിരകളായ നെല്ലിയാമ്പതി മലനിരകൾ, തെങ്ങും കരിമ്പനക്കൂട്ടങ്ങളും. കൃഷിക്ക് പാകമാക്കിയ പാടത്ത് വെള്ളം കയറ്റിയിരിക്കുന്നു. പാടവരമ്പുകൾ ഒരു 70കളിലെ കാലഘട്ടത്തിലേക്ക് ഓർമ്മകൾ പിന്നോട്ടു പോകുന്നു. കുട്ടനാട്ടിൽ ഇതിന് മാടം എന്ന് പറയും. ഉടമസ്ഥന് കൃഷികാര്യങ്ങൾ നോക്കുവാനും വിശ്രമിക്കുവാനുമാണ് ഇതിൻ്റെ ഉപയോഗം. ഷേപ്പ് ഇങ്ങനെയല്ല എന്നേ ഉള്ളൂ. ഇത് ഓട്ടോക്കാരൻ കൊണ്ട് കാണിച്ച മറ്റൊരു സ്പോട്ട്. ഈ വെച്ചുകെട്ടൊക്കെ എന്തിനാണോ ആവും. ഒരുപാട് ഷൈൻ ചെയ്ത ഒരു വീടാണിത്. ഇവിടെ വരുന്നവർ ഇതിൻ്റെ പശ്ചാത്തലമാക്കി റീൽസും ഫോട്ടോയും ഒക്കെ എടുക്കാറുണ്ട്. എന്തോ ഒരു മായിക സൗന്ദര്യം ഈ വീടിനുണ്ട്. ആ മലയുടെ പശ്ചാത്തലവും കൂടി ആയപ്പോൾ പറയാതെ വയ്യ. ഇങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഒഴിവാക്കിയാൽ എല്ലാം പഴമ നിലനിർത്തുന്നത് തന്നെ. പനയോല കൊണ്ട് മേച്ചിൽ, പഴയ ഓടിട്ട വീടുകൾ, ഒരു 40-50 വർഷം പിറകിൽ എത്തിയതുപോലെയുണ്ട്. പുതുതലമുറയ്ക്ക് ഒരു അതിശയവും. അതുകൊണ്ടാണല്ലോ 7 മണിക്ക് പോലും ഈ ഗ്രാമങ്ങളിൽ അന്യനാട്ടുകാരുടെ ഒരു തിരക്ക്. ഇനി പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടം അല്പം വനത്തിലൂടെ മുമ്പോട്ട് നടക്കണം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ഈ നടപ്പാതയിലൂടെ മുന്നോട്ട് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേരാം. പക്ഷേ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം താഴേക്ക് വീഴുന്ന ഭാഗം കാണാൻ കഴിയുന്നില്ല. അത് വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു. വീഴുന്ന ആ ഭാഗം കൂടി കാണാമായിരുന്നെങ്കിൽ കൊല്ലങ്കോടിൻ്റെ ടൂറിസത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നേനെ. അല്ല, എന്നിട്ടും ടൂറിസ്റ്റുകളുടെ തിരക്കിന് ഒരു കുറവുമില്ല. വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമായുള്ള ഒരു വനപ്രദേശമാണിവിടെ. 6 മണിക്ക് ശേഷമേ ഗ്രാമീണർ ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളെ കടത്തിവിടുകയുള്ളൂ. രാമായണത്തിൽ വനവാസകാലത്ത് സീത ഇവിടെ കുളിച്ചിട്ടുണ്ടെന്നും രാമലക്ഷ്മണന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നുമുള്ള കഥകൾ ഗ്രാമീണരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സീതാർകുണ്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിന് പേര് വീണത്. ഇവിടെ ഒരു പപ്പായത്തോട്ടം.
ഇതേത് ക്ഷേത്രമാണ്? ഇതേപ്പറ്റി വിവരിക്കാൻ എൻ്റെ ഓട്ടോക്കാരന് അത്ര പരിചയമില്ല. എങ്കിലും നല്ല ഒരു കാഴ്ച തന്നെ. ഇത് അസൽ പാലക്കാടിൻ്റെ കാർഷിക ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച. കുറേ അധിക നേരം ഞാൻ ട്രാക്ടർ ഓടിക്കുന്നത് നോക്കി അങ്ങനെ നിന്നു. കാഴ്ചയിലെ ആകർഷണീയമായ ഒരു കാഴ്ചയാണ് പെരിങ്ങോട്ടുശ്ശേരിക്കളം. ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. പാറയുടെ മുകളിലാണ് ഈ കളം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് നെല്ലും വിത്തും മറ്റു പണിയായുധങ്ങളുമൊക്കെ സൂക്ഷിക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ചുറ്റുമുള്ള കാഴ്ച ആരുടെയും മനം മയക്കുന്ന തരത്തിലുള്ളതാണ്. മലകളും താഴെ തെങ്ങിൻ തലപ്പുകളും പച്ച വിരിച്ച നെൽപ്പാടങ്ങളും. ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് ചുറ്റുപാടുമൊന്നും ആരെയും കണ്ടില്ല. ഇതാണ് പ്രസിദ്ധമായ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അകത്ത് കയറാൻ പറ്റിയത്. ഒരുമാതിരി നല്ല തിരക്കുണ്ടായിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ അതാണ് ആ ചായക്കടയുടെ സൗന്ദര്യം. പിന്നീട് പോയത് ചിങ്ങൻചിറ ശ്രീ കുറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കായിരുന്നു. ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഈ ആൽമരങ്ങളുടെ വള്ളികളാണ് പ്രവേശന കവാടമായി എനിക്ക് തോന്നിയത്. വലിയ തിരക്കൊന്നുമില്ല. മരച്ചിലകൾ പന്തലിച്ച് കിടക്കുന്നു. ആൽമരങ്ങളുടെ അടിയിലായതുകൊണ്ടാവാം വല്ലാത്ത ഒരു കൂളിംഗ് അനുഭവം. ക്യാമറയിലൂടെ നോക്കാതെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ഒന്നുകൂടി ചുറ്റും നോക്കി ആസ്വദിച്ചു. ഏതോ ഗ്രാമത്തിൽ നിന്ന് വാഹനത്തിലെത്തി ഇവിടെ നേർച്ച വസ്തു പാകം ചെയ്ത് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ ആണ് ഈ വണ്ടിയിലെത്തിയവർ. മറ്റൊരു കൂട്ടരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വീട് പണിതതിൻ്റെയും കല്യാണങ്ങളൊക്കെ നടന്നതിൻ്റെയും കുട്ടികളുണ്ടായതിൻ്റെയും ഒക്കെ ഉപകാരസ്മരണകളായി അവയുടെയൊക്കെ രൂപങ്ങളും ചരടുകളും ഇവിടെ നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. ഞായറാഴ്ച ഭക്തരുടെ നല്ല തിരക്കായിരിക്കും. സമയം കിട്ടുമ്പോൾ നിങ്ങളും ഇതൊക്കെ വന്നൊന്ന് കാണണം. ഒരിക്കലും ഒരു നഷ്ടമായി എന്നൊരു ഫീല് നിങ്ങൾക്കുണ്ടാവില്ല, തീർച്ച.